ഹൈ മക്കൾസ്, നിഹാൽ സാറാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ പുറത്തെത്തി. മോനെ വാതിൽ തുറക്ക്, ഞാൻ ക്രിസ്മസ് പരീക്ഷയാണ് എന്ന് പറഞ്ഞ് അവിടെ എത്തിയിട്ട് ഡോർ ഇങ്ങോട്ട് തുറക്കണ പരിപാടി ഉള്ളേ. ഇപ്പോൾ ഇനി നമുക്ക് പഠിക്കണം, ഇനി നമുക്ക് പരീക്ഷ എങ്ങനെയെങ്കിലും ഒന്ന് കീഴ്പ്പെടുത്തണം. നമുക്കറിയാം ഓണപ്പരീക്ഷ നല്ല ടഫ് ക്വസ്റ്റ്യൻ ആ ലെവലിലാണ് ചോദിച്ചല്ലേ. നിങ്ങൾ അത് ക്വസ്റ്റ്യൻ്റെ ലെവൽ നിങ്ങൾ കുറയുന്നത് വിചാരിക്കേണ്ട, നന്നായി പഠിക്കാണ്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാമിനും ആ രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മളെ മുന്നിൽ എന്താ വഴി, നമ്മളെ മുന്നിൽ നമുക്ക് ഇതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? അതിനാണ് മക്കളെ ഞാൻ എന്തായി വരുന്നത്, പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് A+ ലെവൽ ചോദ്യങ്ങൾ. ഈ ചോദ്യം പഠിച്ചു പോയാൽ ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് സെറ്റാണ്. ഏതാ ഒന്നാമത്തെ ചോദ്യം? ഒന്നാമത് പഴശ്ശി കലാപമാണ്. പഴശ്ശി കലാപം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഴശ്ശി കലാപം ഓർ കുറിച്യ കലാപം, പഴശ്ശി കലാപമോ കുറിച്യ കലാപം എന്തെയും എക്സാമിന് ചോദിക്കും. എന്താണ് പഴശ്ശി കലാപവും കുറിച്യ കലാപവും? പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും തമ്മിൽ തെറ്റാനുള്ള കാര്യം എന്താ? പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിക്കാണ് മൈസൂർ യുദ്ധത്തിൽ അല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് പറയാണ്, മൈസൂർ യുദ്ധത്തിൽ എന്നെ സഹായിച്ചോണ്ട് നിനക്ക് ഞാൻ എന്ത് തരാം, കോട്ടയം പ്രദേശം നികുതി പിരിക്കാനുള്ള അവകാശം തരാമെന്ന് പഴശ്ശിരാജോട് പറയുന്നു. യുദ്ധം ബ്രിട്ടീഷുകാർ ജയിക്കുന്നു. പഴശ്ശിയുടെ വാക്ക് ബ്രിട്ടീഷുകാർ തെറ്റിക്കുന്നു. പഴശ്ശിയും ബ്രിട്ടീഷുകാർ തമ്മിൽ തെറ്റുന്നു. ബ്രിട്ടീഷുകാരെ പഴശ്ശി യുദ്ധം പ്രഖ്യാപിക്കുന്നു. പഴശ്ശി തന്റെ താവളം വയനാട്ടിലേക്ക് മാറ്റുന്നു. അവർ താളുകളുമായി അദ്ദേഹം ഒരു ട്രൂപ്പ് ഉണ്ടാക്കുന്നു. അവസാനം ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നു? ബ്രിട്ടീഷുകാരെ യുദ്ധം ചെയ്യുന്നു. അവസാനം പഴശ്ശിയെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുന്നു. അത്രയും കാര്യമാണ് അവിടെ കറക്റ്റ് ഡീറ്റെയിലായിട്ട് എഴുതി വെക്കേണ്ടത്. എഴുതി വെച്ചാൽ കിട്ടും മാർക്ക് 4. നിങ്ങളുടെ പേപ്പറിൽ മറക്കേണ്ട, ഇപ്പം കിട്ടൂല. അടുത്ത ചോദ്യത്തിൽ പോകണം. അടുത്ത ചോദ്യം ഏതാണ്? കുറിച്ചറിവോൾട്ടാണ് അല്ലേ. എന്താ കുറിച്ചറിവോൾട്ട്? നമ്മൾ ഈ പഴശ്ശിയെ സഹായിച്ചു എന്നതിന്റെ പേരിൽ കുറിച്ച വിഭാഗം, അർത്ഥം ട്രൈബൽ പീപ്പിൾ അല്ലെ, അവരെ ശത്രുവായി ആര് പ്രഖ്യാപിക്കാൻ? ബ്രിട്ടീഷുകാർ പ്രഖ്യാപിക്കുക. അതിനുശേഷം അവരെ എക്സ്പ്ലോർ ചെയ്ത 3 കാര്യങ്ങളുണ്ട്. അതങ്ങ് എഴുതി വെക്കുക, സെറ്റ് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം പിടിച്ചോ. അത് സ്ട്രഗിൾ ഫോർ സിവിൽ ലിബർട്ടി. ഒരു സംശയം വേണ്ട, പക്കാ ഷുവർ ക്വസ്റ്റ്യനാണ്. സ്ട്രഗിൾ ഫോർ സിവിൽ ലിബർട്ടി എന്തായാലും ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. നിഹാൽ സാർ തള്ളണല്ല, ഉണ്ടാവണം മക്കളെ, നിങ്ങൾ പഠിക്കും. ഏതൊക്കെയാ സ്ട്രഗിൾ ഫോർ സിവിൽ ലിബർട്ടി? അതിലാദ്യം നമുക്ക് ചാന്നാർ ലഹള പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം പഠിക്കാനുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹം പഠിക്കാനുണ്ട്. പാലിയം സത്യാഗ്രഹം പഠിക്കാനുണ്ട് അല്ലേ. ഇതിൽ ഏതെങ്കിലും ഈ 4 ഏതെങ്കിലും 2 എന്തായാലും ഒന്നെങ്കിലും വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം ഓർ ഗുരുവായൂർ സത്യാഗ്രഹം. ഒരു 90% എത്ര മാർക്കിന് ചോദിക്കുന്നവരോ ഒരു 4 മാർക്ക് ചോദ്യമായി ചോദിക്കും. അതുപോലെ ചാന്നാർ ലഹള അല്ലെങ്കിൽ എന്താണ് പാലിയം സത്യാഗ്രഹം എങ്ങനെ ഒരു MCQ ചോദ്യമായിട്ടും എന്ത് ചെയ്യും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നിങ്ങൾ മിസ് ചെയ്യരുത്, പഠിച്ചു വെക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓരോ സമരത്തിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ പഠിക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഏതാണ് നിങ്ങൾക്ക്? ദ മൂവ്മെന്റ്സ് ഓഫ് ട്രാവൻകൂറിൽ നടന്ന തിരുവിതാംകൂറിൽ നടന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റ് സമരങ്ങളുണ്ടല്ലോ. 3 സമരങ്ങൾ ഏതൊക്കെയാ? ഒന്ന് മലയാളി മെമ്മോറിയൽ, അതുപോലെ ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം അല്ലെ. എന്താണ് ഈ 3 കാര്യങ്ങൾ? എന്തിനു വേണ്ടി നടത്തിയ? റിസർവേഷന് വേണ്ടി നടത്തിയ മൂവ്മെന്റ്സ് അല്ലെ. റിസർവേഷൻ ജോലിയിലും അതുപോലെ എന്താണ് പിന്നെ നിയമസഭകളിലേക്ക് റിസർവേഷന് വേണ്ടി നടത്തിയ മൂവ്മെന്റ്സ് ആണ്. ഇത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. മിസ് ചെയ്യരുത്, കറക്റ്റ് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് റെഡി. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ മക്കളെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. അതുപോലെ നിഹാൽ സാറുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നേരിട്ട് ചോദിക്കും. നിഹാൽ സാർ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിഹാൽ സാർ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട ട്രിക്സും ടിപ്സും വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു സ്റ്റഡി കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കാണാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വേണ്ട ഒരുപാട് മെറ്റീരിയൽ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു ലൈക്ക് വീഡിയോ ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ എനിക്ക് A+ കിട്ടും, A+ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. A+ കിട്ടിയിരിക്കും. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ബാക്കി വീഡിയോസായിട്ട് ലൈവായിട്ടും കാണുന്നവരെ താങ്ക് യു സോ മച്ച്. എൻ്റെ പൊന്നുമക്കളെ നന്നായി പഠിച്ചോ. ഓൾ ദി ബെസ്റ്റ്.